ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇവർക്കും കാണാൻ കഴിയുന്നത്. കാറ്റഗറി നമ്പർ 116/2024 അടിസ്ഥാനമാക്കി ഒരു സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്നായിരുന്നു വന്നിരുന്നത്. 15/5/2024 മെയ് 15 തീയതി വന്നു. ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് എപ്പോഴാണ്? ജൂൺ 19 അല്ലേ? വരുന്ന ജൂൺ 19 ഇത് അയക്കേണ്ട അവസാന ഡേറ്റ്. മെയ് 15 തീയതി വന്നിട്ടുണ്ട്. ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് ജൂൺ 19 തീയതിയാണ്. നോക്കൂ, എന്താണ് പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലേ? പോസ്റ്റിന്റെ പേരെന്താണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിരിക്കുന്ന നെയിം ഓഫ് ദി പോസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻറ്റ്ലി ഏബിൾ കാൻഡിഡേറ്റ്സ് നോട്ട് എലിജിബിൾ ടു അപ്ലൈ ടു ദിസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേയോ 27,900 മുതൽ 63,700 വരെ അല്ലേ? 27,900 ടു 63,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് എല്ലാവർക്കും അയക്കാൻ കഴിയില്ല. ഈ പോസ്റ്റ് എല്ലാവർക്കും അയക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ ആർക്കൊക്കെയാണ് നോക്കിയാടെ? SCC കാറ്റഗറിയൊക്കെയാണ്. പത്തനംതിട്ട ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ SCC കാറ്റഗറിയ പത്തനംതിട്ട ജില്ല ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? മെതേർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഫ്രം കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SCC റിസർവേഷൻ കമ്മ്യൂണിറ്റി ഒള്ളിയാണ്. ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് 19 to 33 അല്ലേ? കൃത്യമായി ഏജ് ലിമിറ്റ് പരിശോധിക്കാൻ 19 to 33 അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ DOB അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട് 2/1/1990 1/1/2004 അല്ലേ? ഇപ്പൊ 2/1/1990 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏജ് ലിമിറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പാസ് ഇൻ ദി +2 എക്സാമിനേഷൻ. +2 ആണ് പാസ് അല്ലെ? അത് സ്ഥിരമായി എപ്പോഴും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന് അങ്ങനെ തന്നെ പറയാറുള്ളൂ. ഇനി അതിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻസ് കൂടെ പരിശോധിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് 168 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഷനിൽ 5 കിട്ടിയിരിക്കണം അല്ലെ? എക്സ്പാൻഷനിൽ 5 കൂടിയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പോ 132.2 സെന്റിമീറ്റർ, ലോങ് ജമ്പോ 457.2 സെന്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാം ആണെങ്കിലോ 609.6 സെന്റിമീറ്റർ ആണ്. അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബാളോ 6996 സെന്റിമീറ്റർ അല്ലേ? 6096 സെന്റിമീറ്റർ ആണ്. 6ാമത്തെ പോയിന്റോ റോപ്പ് ക്ലൈംബിംഗ് ആണ്. ഒള്ളി വിത്ത് ഹാൻഡ്, കൈ ഉപയോഗിച്ച് മാത്രം 365.80 സെന്റിമീറ്റർ. അതുപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ് ആണ്. 8 പ്രാവശ്യമാണ് ഇത്. പുള്ളപ്പ് ഓർ ചിന്നിങ് ആണ്. 1500 മീറ്റർ ഓട്ടം ആണെങ്കിലോ അത് 5 മിനിറ്റ് 44 സെക്കൻഡും അല്ലേ? 5 മിനിറ്റ് 44 സെക്കൻഡുമാണ്. പിന്നെ ഉള്ളത് എൻഡുറൻസ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എൻഡുറൻസ് എന്ന് പറയുമ്പോൾ ഓൾ മെയിൽ കാൻഡിഡേറ്റ് ഷാൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എൻഡുറൻസ് ടെസ്റ്റ് ഓഫ് റണ്ണിങ് 2 കിലോമീറ്റർ 13 മിനിറ്റ്. അപ്പം 2 കിലോമീറ്റർ ആണ് 13 മിനിറ്റ്. 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന അപ്കമിങ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും സെയിം കണ്ടീഷനും സെയിം ക്വാളിഫിക്കേഷനും ആയിരിക്കും. ഫിസിക്കൽ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അല്ലേ? അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഓൾ ദി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്വാളിഫൈ 5 ഇവന്റ്സ്. 5 ഇവന്റ് പാസ്സായിരിക്കണം 9 അല്ലേ? നോക്കൂ, 100 മീറ്റർ ഓട്ടം എത്രയാണ്? 17 സെക്കൻഡ്. ഹൈ ജമ്പ് ആണെങ്കിലോ 106 സെന്റിമീറ്റർ. ലോങ് ജമ്പ് ആണെങ്കിലോ 305 സെന്റിമീറ്റർ. പുട്ടിംഗ് ദി ഷോട്ട് 4000 ഗ്രാം ആണ്. 400 സെന്റിമീറ്റർ ആണ്. 200 മീറ്റർ ഓട്ടം ആണെങ്കിലോ 36 സെക്കൻഡ് ആണ്. ത്രോയിങ് ദി ത്രോ ബാളോ 1400 സെന്റിമീറ്റർ ആണ്. ഷട്ടിൽ റേസോ 425 ആണ്. 26 സെക്കൻഡ് കൊണ്ട്. പുള്ളപ്പ് ഓർ ചിന്നിങ്ങോ 8 പ്രാവശ്യം. സ്കിപ്പിംഗ് 1 മിനിറ്റ് 80 പ്രാവശ്യം അല്ലേ? അതുപോലെ എൻഡുറൻസ് പറയുന്നുണ്ട്. നോക്കൂ, എൻഡുറൻസിന്റെ കേസിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 കിലോമീറ്റർ 15 മിനിറ്റ് ആണ് അല്ലേ? 2 കിലോമീറ്റർ ആണ് 15 മിനിറ്റ്. 2 കിലോമീറ്റർ ആണ് 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡുറൻസ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ബാക്കിയുള്ളത് നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ സാധാരണ കേരള PSCയിൽ പറയുന്നത് നമ്മൾ 6/6 ഉള്ള കണ്ടീഷൻ കൃത്യമായി പാസ്സായിരിക്കണം. 6/6 വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 6/6 വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മസിൽസിൻ്റെ നെർവസ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായിട്ടും കൃത്യമായും വ്യക്തമായും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും പുതിയ ഒരു BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിജ്ഞാപനം കേരള PSC പുറത്തുവിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ റിസർവേഷൻ കാറ്റഗറി പോസ്റ്റാണ്. SCC കാറ്റഗറി പത്തനംതിട്ടയ്ക്ക് ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല. എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു വിജ്ഞാപനം ഉടനെ കേരള PSC പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഇതിൻ്റെ കാറ്റഗറി നമ്പർ 116/2024. ബാക്കിയുള്ളവർ കൃത്യമായി ഫിസിക്കൽ ഒന്ന് തയ്യാറായി, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ആഗ്രഹിക്കുന്നവർ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഉടനെ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട സിലബസ്, എക്സാംസ്, നോട്ടിഫിക്കേഷൻ, ബാച്ചുകൾ, മോക്ക് ടെസ്റ്റുകൾ എല്ലാ ഡീറ്റെയിൽസും അതിവേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.